ഞാനിപ്പോൾ എത്ര അടി മുകളിലാണെന്നാ? ഒരു 12,000 അടി മുകളിലാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഈ മഞ്ഞ് കാണുന്നത്. ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഞാൻ മഞ്ഞ് കണ്ടിട്ടില്ല. സോ എൻ്റെ സന്തോഷം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. ഈ ഭയങ്കര സന്തോഷമായി, കാരണം ഫസ്റ്റ് ടൈം മഞ്ഞ് കാണുന്നതുകൊണ്ടായിരിക്കും. കാരണം വർഷങ്ങളായിട്ട് നീട്ടി വെച്ചതാണ് ഇങ്ങനത്തെ ഒരു ട്രിപ്പ്. വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ നീട്ടി വെച്ചിരിക്കുന്ന ഇങ്ങനത്തെ ഒരു ഹിമാചൽ പ്രദേശ് ആ ഒരു ട്രക്കിംഗ് ഒക്കെ. നോക്ക്, ഇതില്ലേ, ഇതിങ്ങനെ മഞ്ഞിങ്ങനെ കട്ടിയായിട്ട് കിടക്കുക കേട്ടോ. അപ്പോൾ ചെറിയൊരു വാട്ടർഫോൾ കണക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. നോക്ക്, നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര നേരം ട്രക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് വന്നത് വെറുതെ ആയില്ല എന്തായാലും, കാരണം ഇതൊക്കെ കാണാൻ പറ്റിയല്ലോ. സീരിയസ്ലി ഫസ്റ്റ് ടൈം ആട്ടോ മഞ്ഞ്. അതിൻ്റെ സന്തോഷം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നത് എന്താണോ എന്തോ. ഓക്കെ, നമുക്ക് വീണ്ടും നടക്കാം. നമുക്ക് നമ്മുടെ സ്റ്റേയുടെ അടുത്ത് എത്തേണ്ട ടൈം ആയിട്ടുണ്ട്. ഇവിടെ ഒരു ആരോ ഉണ്ടോ, ഈ ആരോ ഫോളോ ചെയ്ത് വേണം നമ്മൾ ട്രക്കിങ്ങിന് പോകാനായിട്ട്. ഹംദ പാസ് ട്രക്കിംഗ് റീല് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഒരുപാട് പേര് വന്നിട്ടുണ്ട്. നോക്ക്, മുക്കിന് ഓരോരോ ടെൻറ്റുകളാണ്. ഇതൊരു 5 മണിക്കുള്ള വ്യൂ ആണ്. ഒന്ന് കാണുമ്പോൾ പെട്ടെന്ന് ഒരു കോട ഇങ്ങ് വന്നത് ഭയങ്കര രസമുണ്ട്. ഇന്ന് 8 കിലോമീറ്ററൊക്കെ ട്രക്ക് ചെയ്ത് ബാലൂക്ക ഗേര എന്ന് പറയുന്ന ക്യാമ്പ് സൈറ്റിലാട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ആയിട്ടൊരു മഞ്ഞുമലയുണ്ട്, അതും ഈ ഒരു ഫോഗ് കവർ ചെയ്തിട്ടുണ്ട്. നോക്ക്, എന്ത് ഭംഗിയല്ലേ കാണാൻ. ദേ ഇങ്ങനെ ചുറ്റി നടക്കുന്ന 2 കപ്പിൾസാ, കണ്ണൂർ. ഫസ്റ്റ് ടൈം ഞാൻ മഞ്ഞിൽ ചവിട്ടി. ഇങ്ങനെ മഞ്ഞിൽ ചവിട്ടുമ്പോൾ ഒരു പിതുപിത് സൗണ്ട് ഉണ്ട്. ഇത് കണ്ടോ, ഈ മഞ്ഞുമലയുടെ എഡ്ജ് ഇങ്ങനെ പൊട്ടിപ്പോയി കിടക്കുക. അപ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഇതേ നോക്ക്, താഴത്തേക്ക് കുഞ്ഞു മഞ്ഞപ്പൂക്കൾ. ഓക്കെ, ഞാനിപ്പോൾ എത്ര അടി മുകളിലാണെന്നാ? ഒരു 12,000 അടി മുകളിലാണ് കേട്ടോ. ആക്ച്വലി ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ, കാരണം ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നമുക്കിപ്പോൾ ഇവിടെ കേൾക്കാൻ പറ്റുന്നത് ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റൂ. ഇവിടെ എല്ലാവരും ഗ്രൂപ്പായിട്ട് വന്നവരുണ്ട്, കപ്പിൾസായിട്ട് വന്നവരുണ്ട്, ഫ്രണ്ട്സായിട്ട് വന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെയാണ് ഹൈ ഓൾട്ടിറ്റ്യൂഡുള്ള ഹംദ പാസ് ട്രെക്കിംഗ്. എന്താകുമോ എന്തോ. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്, ടാറ്റാ.